ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ലൈംഗിക ഊർജ്ജമുണ്ടല്ലോ. ലൈംഗിക ഊർജ്ജം നമ്മളിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഈ ഊർജ്ജത്തിൻ്റെ പ്രവർത്തനം ഓരോ സമയത്തും ഓരോ തരത്തിലായിരിക്കും. അതിന് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യമായിട്ടും മനസ്സിൻ്റെ ആരോഗ്യമായിട്ടും ബന്ധമുണ്ട്. ചില പങ്കാളികളെ സംബന്ധിച്ച് അവർക്കിത് ആസ്വദിക്കാനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അതിൻ്റേതായ പ്രാധാന്യം അതിനുണ്ട്. എന്നാൽ ചില പങ്കാളികൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തവരുണ്ട്. അവരെ സംബന്ധിച്ച് അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല അവരുടെ ലൈഫിൽ. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർക്കിതിനകത്ത് നല്ല ആവേശമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്, വളരെ പോസിറ്റീവായിട്ടാണ് അവരിതിനെ കാണുന്നത്. പക്ഷേ ചില ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലം കൊണ്ട് എന്തോ സാഹചര്യവശാൽ അവർക്ക് ശരിയായ രീതിയിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പങ്കാളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ അവർ മാറ്റിയെടുത്തു, ഇപ്പം വളരെ സംതൃപ്തമായിട്ട് അവർക്കങ്ങനെ ലൈംഗിക ജീവിതം നയിക്കാൻ പറ്റുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന രണ്ട് പാർട്ടാണ് ഉദ്ധാരണ പ്രശ്നം, അതുപോലെ ടൈമിംഗ്. എന്നുവെച്ചാൽ വേണ്ടത്ര സമയമെടുത്ത് അടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവരെ സംബന്ധിച്ച് ഈ കളിക്കകത്ത് ആത്മവിശ്വാസം കുറയുന്നതിന് കാരണമാണ്. അപ്പോൾ ഇവിടെയും പുരുഷനെ സംബന്ധിച്ച് ഡയബറ്റിക് ഉള്ള ആളാണ്, ഇൻസുലിൻ എടുത്തത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാലും ബന്ധപ്പെടുന്ന സമയത്ത് ഉദ്ധാരണം തീരെയില്ല, അതാണ് പ്രശ്നം. എന്നാൽ നന്നായിട്ട് കളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതുപോലെ സാഹചര്യമുണ്ട്, സമയമുണ്ട്. പങ്കാളിയോടാണെങ്കിലും വൈകാരികപരമായിട്ടൊരു പ്രത്യേക അടുപ്പമുണ്ട്. കാരണം സുന്ദരിയാണ്, നല്ല ഷേപ്പുള്ള ശരീരമാണ്. അപ്പം ശരിയായിട്ട് അടി നടന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കൂടുതൽ പ്രയാസമായിട്ട് തോന്നും. ആക്ച്വലി ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആദ്യം ചെറിയൊരു വിഷയമേ ഉള്ളായിരുന്നു. പക്ഷേ അത് മനസ്സ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതൊരു പ്രോബ്ലമാക്കി മാറ്റി. എന്ന് വെച്ചാൽ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഓവർ കോൺഷ്യസ്, അതൊരു സെക്കൻഡറി ആൻസൈറ്റി ആയിട്ട് മാറി. എനിക്കിത് ശരിയാകുമോ എന്നുള്ള കൺഫ്യൂഷൻ ഇറക്ഷനെ സഹായിക്കുന്ന ബ്രെയിൻ വർക്കിനെ ബാധിക്കും. ആക്ച്വലി ഈ സെക്സ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന കാര്യം മാത്രമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരെത്രത്തോളം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ അതിനുവേണ്ടി എത്രത്തോളം ഒരുക്കിയെടുക്കുന്നു, അതൊക്കെയാണ് പ്രധാനം. ഇവരെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമുള്ളത് കൊണ്ട് ഫോർപ്ലേ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ഇവരെ സംബന്ധിച്ച് കുഴപ്പമില്ല, ആഗ്രഹമുണ്ട്, ഫോർപ്ലേ ചെയ്യാനുള്ള മൈൻഡും ഉണ്ട്. അത് കുറച്ച് സമയമൊക്കെ എടുത്ത് വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് പ്രവേശിപ്പിക്കലിൻ്റെ ഘട്ടം വരുമ്പോഴാണ് പുള്ളിക്ക് ശരിയാകാതെ വരുന്നത്. ആക്ച്വലി ഈ പങ്കാളികളുടെ ഇടയിൽ ലൈംഗികപരമായിട്ട് കുറേ കണ്ടീഷനിങ് ഉണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ തന്നെ ചെയ്യണം, അതുപോലെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഒരാകൃതി മൂർച്ച വന്നാൽ അതോടുകൂടി അത് സ്റ്റോപ്പായി. അതുപോലെ പങ്കാളിയുടെ ജോലിയാണ് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തേണ്ടത്. അതുപോലെ സമയത്തിൻ്റെ കാര്യത്തിലും ചില തെറ്റിദ്ധാരണകളുണ്ട്. ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു നിശ്ചിത സമയം മതി അവർക്ക് രതിമൂർച്ച ഉണ്ടാവാൻ. പിന്നെ കോൺഷ്യസ് ആയിട്ട് മനസ്സുകൊണ്ട് നമുക്ക് സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പ്രത്യേകിച്ചും പുരുഷ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ തെറ്റിദ്ധാരണ കൂടുതലായിട്ട് വരുന്നത്. പുരുഷൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഇറക്ഷൻ, അതെത്ര സമയം ഒരേ രീതിയിൽ ഇറക്ഷനായിട്ട് നിൽക്കുന്നു, അങ്ങനെ പല കാര്യത്തിനകത്തും പുരുഷന്മാർക്ക് തന്നെ ആശങ്കയുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് റീപ്രൊഡക്ഷന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ബന്ധപ്പെടുന്നത്. ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ ബന്ധപ്പെടുന്നത് എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്യുമ്പോൾ അതിൽ പുരുഷന് പ്രിമച്വർ ഇജാക്കുലേഷൻ ഉണ്ടായി, എന്ന് വെച്ചാൽ ശീഘ്രസ്ഖലനം ഉണ്ടായി. ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവാം. 1-2 പ്രാവശ്യം സാഹചര്യവശാൽ അങ്ങനെ ഉണ്ടായി. പിന്നീട് മനസ്സ് അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചും ചില സമയങ്ങളിൽ ഇതിന് തീരെ മൂഡ് കാണത്തില്ല. അപ്പോൾ ഈ പെർഫെക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടയ്ക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അത് നമ്മളൊരു സബ്ജക്റ്റാക്കി മനസ്സിനകത്തെടുക്കരുത്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ട് രീതിയിലേ കാണാൻ പറ്റൂ, ഒന്ന് ഫിസിക്കലി, മറ്റൊന്ന് മെൻ്റലി. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും അതിനൊരു വഴി മാത്രമേ ഉള്ളൂ, അത് ബ്ലോക്കായി പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ഇപ്പോൾ സപ്പോസ് പുരുഷന് കുറച്ച് നേരത്തെ വന്നു, സ്ത്രീക്ക് രതിമൂർച്ചയൊന്നും ആയില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് തുടർന്നു കൊണ്ടുപോകാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം രണ്ടു പേരും. എന്ന് വെച്ചാൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ മറ്റ് രീതിയിൽ കൂടെ അതിന് പൂർണ്ണത കണ്ടെത്താം.
പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേരുടെ സഹകരണം വേണം, പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഈ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പിന്നെ അവിടെ ടെൻഷൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നൊരാകുലത അവിടെ വരുന്നില്ല, പ്രത്യേകിച്ചും പുരുഷന്. അതേസമയം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോകുമ്പോഴാണ് അവിടെ ഒരു അസംതൃപ്തി ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമുക്ക് വർഷങ്ങളോളം നല്ല ലൈംഗികത ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ രതിമൂർച്ചയ്ക്ക് ഒരു മാർഗമേ ഉള്ളൂ എന്നൊരു ധാരണ, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ രതിമൂർച്ച സംഭവിക്കത്തുള്ളൂ എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. അപ്പോൾ ഈ 2 പങ്കാളികളെ സംബന്ധിച്ച് കുറച്ച് നാളായിട്ട് കാര്യങ്ങൾ അത്ര സംതൃപ്തമായിട്ടല്ല പോകുന്നത്. പിന്നെ 2 പേർക്കും ആഗ്രഹമുള്ളത് കൊണ്ട് അവരിടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. വിരലുപയോഗിക്കുന്നതിനകത്തും അതിൻ്റേതായ പരിമിതിയുണ്ട്. ചില സാഹചര്യത്തിൽ സാധനം കയറണമെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കും. അക്കാര്യം അവർ തുറന്നു പറഞ്ഞു. കാരണം അടിക്കുമ്പം കിട്ടുന്ന അനുഭൂതി മറ്റെങ്ങൊന്നും കിട്ടത്തില്ല. ചുരുക്കി പറഞ്ഞാൽ അവരൊരു ടോയ് വാങ്ങിച്ചു. പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട നിറം, അതുപോലെ തന്നെ വലിപ്പം, സിലിക്കൺ. അപ്പോൾ അത് അരഭാഗത്ത് വെച്ച് കെട്ടാനായിട്ട് ചരടൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ടോയ് വാങ്ങിച്ചെന്ന് കരുതി അവർ ആദ്യം മുതലേ അതുകൊണ്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഒരു പാർട്ട് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ ആദ്യത്തെ 2 സ്റ്റെപ്പിലും നോർമൽ രീതിയിൽ തന്നെ അതൊന്നും പുറത്തെടുക്കാതെ തന്നെ ചെയ്യുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുള്ളിക്കാരനെ സംബന്ധിച്ച് അവർ തമ്മിൽ മാനസികമായിട്ട് നല്ല അടുപ്പമുണ്ട്. എന്നുവെച്ചാൽ പങ്കാളിയുടെ രതിമൂർച്ച കാണാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിനുശേഷം പുള്ളിക്കാരി ഒരു പ്രത്യേക സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫോർപ്ലേ ഒക്കെ ചെയ്തൊരു പ്രത്യേക മൂഡാക്കിയതിന് ശേഷമേ ഇതെടുക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു മൂഡായി കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് കിടന്നൊരു പ്രത്യേക ഫാൻറ്റസിയാണ്. പങ്കാളി ടോയ് എടുക്കുന്ന കാര്യത്തിലൊന്നും പുള്ളിക്കാരി അത്ര കോൺഷ്യസ് അല്ല, അവരോട്ടറിയുന്നുമില്ല. അവർക്കറിയാം എങ്കിലും കോൺഷ്യസായിട്ട് തന്നെ അവരൊരു ഫാൻറ്റസിയിലോട്ട് പോന്നു. ആക്ച്വലി ഇതെടുക്കുന്നതും കെട്ടുന്നതും ഒന്നും കാണുന്നില്ല, അവർ മനഃപൂർവ്വം നോക്കുന്നില്ല. എന്നിട്ട് ഇത് ഒറിജിനലാണെന്ന് തന്നെ അങ്ങ് സങ്കല്പിക്കും. അതുപോലെ അരഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്ന ആയതുകൊണ്ട് ഏത് പൊസിഷനിലും ചെയ്യാം. അതുപോലെ പുള്ളിക്കാരനെ സംബന്ധിച്ച് ഫിസിക്കൽ പ്രോബ്ലം എന്നുവെച്ചാൽ ഡയബറ്റീസ് നന്നായിട്ടുണ്ട്, കൺട്രോൾ ആണെങ്കിലും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മെൻ്റൽ പ്രോബ്ലം, ഇത് രണ്ടും ഒരുപോലെ വന്നത് കൊണ്ടാണ് ഇറക്ഷൻ ഇത്രയും പ്രോബ്ലമായിട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരാളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പേരും പറഞ്ഞും ആ സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. അതല്ല, നമുക്കത് ചെയ്യണമെന്ന് ശക്തമായ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. സ്ത്രീക്കായാലും പുരുഷനായാലും പറ്റും. അതുപോലെ അവർ ടോയ് വാങ്ങിച്ചത് 2 ആഴ്ച മുമ്പാണ്. ഇപ്പോൾ അവർ സംതൃപ്തമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഇറക്ഷൻ പ്രോബ്ലം കുറച്ച് കുറവുള്ളതായിട്ടാണ്. നേരത്തെ ഈ സമയത്തൊരു വല്ലാത്ത ടെൻഷനായിരുന്നു, അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഒഴിവാക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ പറ്റത്തില്ലയോ എന്നുള്ള ഒരു ആശങ്കയില്ല. പൂർണ്ണമായിട്ടും ഒരു റിലാക്സ് മൈൻഡോടാണ് ഇപ്പം അവർ ചെയ്യുന്നത്. അതിൻ്റേതായ മാറ്റമുണ്ട്. യഥാർത്ഥത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ച് 90% ലൈംഗിക പ്രശ്നങ്ങളും മാനസികമാണ്. ഇപ്പോൾ ഇങ്ങനൊരു കേസിൽ അവർ ടോയ് വാങ്ങിച്ചു സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇറക്ഷൻ പ്രോബ്ലം ഉള്ളവരെല്ലാം ടോയ് വാങ്ങിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലരെ സംബന്ധിച്ച് ഓറൽ മാത്രം മതി, പൂർണ്ണമായിട്ടും തൃപ്തി വരും. ചിലർക്ക് ഇതൊന്നും വേണ്ട, സ്നേഹം മാത്രം മതി. അങ്ങനെ ഓരോരുത്തരുടെയും ശരീരത്തിനും മനസ്സിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് ഓരോ രീതികളാണ്. ഇപ്പോൾ ഇവരുടെ കേസിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.